കൂട്ടുകാർക്ക് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ അനിരുദ്ധും അനന്യയും ഒക്കെ സ്വരമോള് പ്രതീഷിന്റെ അടുത്ത് വന്നിട്ട് എന്ത് പറയുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റൂമിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ കുഞ്ഞു പപ്പ എന്നൊക്കെ വിളിച്ചത് കാരണം നമ്മുടെ പ്രതീഷിന് വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ പ്രതീഷ് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും അനന്യയാണെങ്കിൽ പ്രതീക്ഷ കുഞ്ഞിനെ നീ തന്നെ നോയിക്കോ, ഞാനും അതുപോലെ തന്നെ അനിരുദ്ധും കൂടെ ഇറ്റലിയിലേക്ക് മടങ്ങി പോവാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പ്രതീഷിന് വലിയ സങ്കടമായി. താൻ കാരണമാണല്ലോ തൻ്റെ ചേട്ടനും ചേട്ടത്തിയും കൂടെ നാട് വിടേണ്ടി വരുന്നത്. അതുമല്ല ഇവരോടൊക്കെ ചെയ്തത് പൊറുക്കാനാവാത്ത ഒരു തെറ്റ് തന്നെയാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ പ്രതീക്ഷ പറഞ്ഞു, ഇല്ല, ഞാനാണ് എല്ലാത്തിനും പ്രശ്നക്കാരനായി വന്നത്, എന്നോട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വരമോളെ എടുത്തിട്ട് നമ്മുടെ അനിരുദ്ധിൻ്റെയും അതുപോലെ തന്നെ അനന്യയുടെയും കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് പ്രതീക്ഷ. അപ്പൊ പ്രതീക്ഷ പറഞ്ഞു, ഏട്ടത്തിയും ഏട്ടനും ഒക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അതുമല്ല ഒരു ഭാഗ്യം കെട്ടവനാ ഞാൻ. നിങ്ങൾക്കൊക്കെ അറിയാലോ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയത്. എനിക്ക് ആകെയുള്ളൊരു ആശ്വാസമായിട്ട് സ്വരമോളെ മാത്രമാണ് ഞാൻ കണ്ടത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അവൾ നിങ്ങളെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്തായാലും ഏട്ടത്തി എൻ്റെ മോളോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തിനും അതിനുള്ള ആ ഒരു ആത്മാർത്ഥതയ്ക്കും ഞാൻ എന്ത് പകരം തന്നാലും മതിയാവില്ല. അവൾക്ക് ഈ പ്രായത്തിൽ ഒരമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പ്രതീഷ് ആണെങ്കിൽ അനന്യയോട് പറഞ്ഞു, ഇനി ചേച്ചിയും ചേട്ടനും കൂടി വേണം എൻ്റെ കുഞ്ഞിനെ നോക്കാൻ. അവളിപ്പം എനിക്കൊരു സ്ഥാനം കൽപ്പിച്ച് തന്നല്ലോ, അവളുടെ പപ്പായാണ് ഞാനെന്നൊക്കെ പറഞ്ഞല്ലോ. വല്ലപ്പോഴും എൻ്റെ മോളെ കാണാനും അതുപോലെ എൻ്റെ മോളെ ലാളിക്കാനും ഉള്ള ഒരു അവകാശം അത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് പ്രതീഷ് ആണെങ്കിൽ അനന്യയോട് സംസാരിച്ചപ്പം അനന്യയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആയി. ഇത്രയും സമയം കരഞ്ഞു പിടിച്ച് നിന്നിരുന്ന നമ്മുടെ അനന്യയാണെങ്കിലോ ആ ഒരു സന്തോഷത്തിൽ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി നിൽക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിൽ പ്രതീഷ് പറഞ്ഞു, ഏട്ടത്തി ഒന്നും മനസ്സിൽ വിചാരിക്കരുത്. അപ്പൊ സുമിത്രയും പറഞ്ഞു, മോനെ ഇനി ഇവരെന്തിനു ഇറ്റലിയിലേക്ക് പോകുന്നത്? പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചില്ലേ? ദേ ഇനി നിങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ഈ ശ്രീനിലയത്തിൽ ഉണ്ടാകണം. അത് തന്നെയാണ് ഈ അമ്മയുടെ ആഗ്രഹം. ദേ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ അച്ഛൻ എത്രമാത്രം സന്തോഷത്തോടു കൂടിയാ നമ്മുടെ ഒപ്പം ജീവിച്ചത്. അതുപോലെ ആ ഒരു ജീവിതം നമുക്ക് തിരിച്ചു വേണം. ഇവിടെ എൻ്റെ സ്വരമോളുടെ കളിയും ചിരിയും ഒക്കെ കണ്ട് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് സുമിത്രയും പറയുകയാണ്. അപ്പം ഇങ്ങനെ ഇവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ അനിരുദ്ധിന്റെ ഫോണിലേക്ക് ഡോക്ടർ വിളിക്കുകയാണ്. അപ്പം ഇവര് സ്വരമോളെ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് പോകുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ വിളിക്കുന്ന സമയത്ത്, ഡോക്ടറെ പറയൂ ഡോക്ടറെ, എന്താ വിളിച്ചെന്ന് അനിരുദ്ധ് ചോദിക്കുകയാണ്. അതെ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ഡോക്ടറെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അനിരുദ്ധ് ചോദിക്കുമ്പം, അതെന്തായാലും ഇവിടെ വരെ ഒന്ന് വാ, വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വിളിച്ചതനുസരിച്ച് നമ്മുടെ അനിരുദ്ധും അതുപോലെ തന്നെ പ്രതീഷും കൂടെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന പാടെയാണെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു, രണ്ടുപേരും ഇവിടെ ഇരിക്കുക. അല്ല ഡോക്ടറെ, എന്താ ഞങ്ങളെ വിളിപ്പിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഉണ്ട് അനിരുദ്ധേ, ഞാൻ പറയാം, അനിരുദ്ധ് അവിടെ ഇരിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ അനിരുദ്ധും പ്രതീഷും അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ അമ്മയുടെ ഇപ്പോഴത്തെ നില നിങ്ങൾക്ക് അറിയാമോന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത് എന്ന് നമ്മുടെ അനി ചോദിക്കുമ്പം, അതൊക്കെ ഉണ്ട്. ദേ സുമിത്രയ്ക്ക് ഇപ്പോഴാണെങ്കിലും ഒരുപാട് ടെൻഷനുകളുണ്ട്. കുഞ്ഞിനെ കാണാതെ പോയതും അതുപോലെ തന്നെ സുമിത്ര എന്തൊക്കെയോ ടെൻഷനിലൂടെയാണ് ദിനം പ്രതി കടന്നു പോകുന്നത്. ഇതൊന്നും മക്കളായ നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, സുമിത്രയ്ക്ക് സുമിത്രയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഒരു കൂട്ട് വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സുമിത്ര എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത്. അനിരുദ്ധ ഒരു ഡോക്ടർ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് പറയാനായിട്ട് അനി ചോദിക്കുകയാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞു, സുമിത്രയ്ക്ക് നിങ്ങൾ മക്കളോട് പറയാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഇനി വാർദ്ധക്യത്തിലേക്ക് കടന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കൂട്ട് വേണം. ആ ഒരു കൂട്ട് നിങ്ങൾ മക്കൾ കണ്ടെത്തി അത് നടത്തി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? അമ്മയുടെ വിവാഹത്തെക്കുറിച്ചാണോ എന്ന് പ്രതീക്ഷ ചോദിക്കുകയാണ്. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്തായാലും സുമിത്രയുടെ ജീവിതത്തിൽ ഒരാൾ വേണം. അവളുടെ ദുഃഖങ്ങളും അവളുടെ ആ ഒരു സന്തോഷത്തിലും ഒക്കെ അവളോടൊപ്പം നിൽക്കുന്ന ഒരാൾ, ആ ആളെ നിങ്ങൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു.
അപ്പം മക്കളാണെങ്കിൽ ഡോക്ടറെ അമ്മ ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ ഡോക്ടറെ. അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇനി ഒരു പെങ്ങൾ കൂടിയുണ്ട്. എല്ലാവരുടെയും തീരുമാനം അറിഞ്ഞിട്ട് വേണം ഇങ്ങനെയുള്ളൊരു കാര്യം തീരുമാനിക്കാൻ. അനിരുദ്ധേ, നീ ഡോക്ടറാണ്. നീയും നിന്റെ ഭാര്യയും വളരെ തിരക്കുള്ള ഡോക്ടർമാരാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലി തിരക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയ്ക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അനിരുദ്ധ് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, ശരി തന്നെയാണ്. തൻ്റെ അമ്മ ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതമാണ്. ഇത്രയും വർഷക്കാലം കോമ സ്റ്റേജിലായിരുന്നു. അതിനുശേഷം ഇങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് വന്നു. അതിനുശേഷവും അമ്മയ്ക്ക് കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? അമ്മയുടെ കല്യാണത്തിന്റെ കാര്യം അത് സീരിയസ് ആയിട്ട് ആലോചിക്കണമെന്ന് അനിരുദ്ധ് ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അപ്പൊ പ്രതീക്ഷണം തോന്നി തുടങ്ങി. എന്തായാലും അമ്മയ്ക്കൊരു കൂട്ട് വേണമല്ലോ. ആ രീതിയിൽ ആ മക്കള് ഡോക്ടറിനോട് സംസാരിച്ചു. അപ്പൊ ഡോക്ടർ പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ വേണം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളുടെ അമ്മ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അനിരുദ്ധ്, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് നീ ഒരു ഡോക്ടറാണ് എന്നറിയാവുന്നത് കൊണ്ടുമാണ് നിന്നോട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നത്. ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാമെന്നും പറഞ്ഞ് ഇവരവിടെ നിന്ന് പോരുകയാണ്. പിന്നീടാണെങ്കിലോ ചേട്ടനും അനുജനും ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ചു. അപ്പം നമ്മുടെ അനന്യയും അതുപോലെ പൂജയും ഒക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും പൂജയ്ക്ക് നമ്മുടെ സിദ്ധാർത്ഥിന്റെ കല്യാണാലോചന ഇഷ്ടപ്പെട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ സിദ്ധാർത്ഥും അതുപോലെ തന്നെ സുമിത്രയും തമ്മിൽ ഇനിയും ഒന്നിച്ചാലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് നമ്മുടെ പൂജ സിദ്ധുവിനെ നാട് കടത്തിയത്. അപ്പൊ ഈ വിവരങ്ങളൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവരാണെങ്കിൽ സിദ്ധാർത്ഥിന്റെ ആ ഒരു വിഷയം ഇവിടെ ഇടുന്നില്ല. പകരം അമ്മയ്ക്ക് പറ്റിയ ഒരാളെ നമ്മൾ കണ്ടെത്തണം. അതിന് ശീതളിന്റെ തീരുമാനം കൂടെ അറിയണം. അങ്ങനെ ശീതളിനെയും വിളിക്കുകയാണ്. അപ്പൊ ശീതളിനെ വിളിച്ചപ്പോഴോ ശീതളിന് 100 വട്ടം സമ്മതം. തൻ്റെ അമ്മയ്ക്കൊരു കൂട്ടം കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പൊ ശീതൾ ഇങ്ങനെ ആലോചിച്ചു, അച്ഛൻ്റെ കാര്യമൊന്ന് ആലോചിച്ചാലോ. അച്ഛനാണെങ്കിൽ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ചിട്ടാണ് നമ്മുടെ സിദ്ധാർത്ഥ് ഇവിടുന്ന് പോയത്. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനെ നമുക്ക് ആലോചിച്ചാലോ എന്ന് ചോദിക്കുമ്പം അമ്മ അതിനൊരിക്കലും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അമ്മയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരാള് അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെക്കാട്ടിലും നല്ലത് അച്ഛൻ തന്നെ വരുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശീതള്. അപ്പൊ ശീതളിനോടൊപ്പം തന്നെ നമ്മുടെ സച്ചിനും അവിടെ സച്ചിൻ്റെതായിട്ടുള്ള ആ ഒരു തീരുമാനങ്ങൾ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തേ പറ്റുള്ളൂ. ഇനി എന്തായാലും അമ്മയുടെ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കണമെന്ന് സംസാരിക്കുക. അങ്ങനെ നമ്മുടെ സുമിത്രയുടെ കല്യാണ കാര്യങ്ങൾ മക്കളെല്ലാവരും കൂടെ അങ്ങ് ആലോചിച്ച് അങ്ങ് വെക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ രഞ്ജിതയെ കാണിക്കുകയാണ്. സർവവും നഷ്ടപ്പെട്ട് ഇത്രയും കാലവും കോടികളുടെ സ്വത്തുക്കളിട്ട് അമ്മാനമാടിയ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ഇപ്പതാ 1 രൂപ പോലും കയ്യിൽ ഇല്ലാത്ത അവസ്ഥയിൽ പിച്ചച്ചട്ടി എടുക്കുന്ന ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം രഞ്ജിത വീട്ടിലുള്ള സകല സാധനങ്ങളും തല്ലി ഉടച്ച് ഒരു റൂമിൽ കയറി ഇരുന്നായിരുന്നല്ലോ. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ അരവിന്ദൻ ആ വാതിൽക്ക് കിടന്നങ്ങ് തല്ലി തലതല്ലുകയാണ്. എൻ്റെ പൊന്നു രഞ്ജു, നീ വാതിലൊന്ന് തുറക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ പക മൂത്ത എന്നെ ആയതുകൊണ്ട് തന്നെ ഇനിയും സുമിത്ര ആ ഒരു ചെയർമാൻ കസേരയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുമിത്ര എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതുമാത്രമാണ് നമ്മുടെ രഞ്ജിതയുടെ മനസ്സിലിരിപ്പ്. തൻ്റെ ചേട്ടനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ടീം. അതുകൊണ്ട് തന്നെ സുമിത്രയുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഇവൾ ഉണ്ടാക്കി വെക്കുമെന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ നാളത്തെ ആ ഒരു പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്